ആത്മാവിന്റെ വാസ്തവജ്ഞാനം ഉണ്ടായിരുന്നാലും പഞ്ചകോശങ്ങൾ തോന്നിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നശിക്കുന്നില്ല. അവകൾ ആരോപിതമെന്ന് എങ്ങനെ വരുമെന്നാണെങ്കിൽ, ലോകത്തിൽ സത്തായത് പ്രാതിഭാസിക സത്തെന്നും വ്യാവഹാരിക സത്തെന്നും പാരമാർത്ഥിക സത്തെന്നും 3 വിധം, ഈശ്വര സൃഷ്ടിയെന്നും ജീവസൃഷ്ടിയെന്നും സൃഷ്ടി 2 വിധം. ഇങ്ങനെ ഇരിക്കുന്നതിൽ അധ്യാസസ്വരൂപമായ കയറ്റിൽ പാമ്പ് മുതലായ സകലതും ജീവസൃഷ്ടി. ഇതാണ് പ്രാതിഭാസികം. ഈ ജീവസൃഷ്ടിക്ക് ഇരിപ്പിടമായ ആകാശം മുതലായ സകലതും വ്യാവഹാരിക സത്ത്. അത് വ്യാവഹാരിക സത്തെല്ലാം ഈശ്വര സൃഷ്ടി. ഈശ്വര സൃഷ്ടിക്കും കൂടി ഇരിപ്പിടമായത് ഏത് ബ്രഹ്മമോ അത് പാരമാർത്ഥിക സത്ത്, അതാണ് നിത്യമായത്. വ്യാവഹാരിക സത്ത് വ്യവഹാരം നശിക്കുന്നത് വരെ മാത്രമേ ഇരിക്കും. പ്രാതിഭാസിക സത്ത പ്രാതിഭാസിക നാശം വരെ ഇരിക്കും. ഈ പ്രാതിഭാസികവും വ്യാവഹാരികവും അധ്യാസം എന്ന വിഷയത്തിൽ രണ്ടും സമമായാലും ഇരിപ്പതിൽ സമമല്ല. പ്രാതിഭാസികം പെട്ടെന്ന് നശിക്കും, വ്യാവഹാരികം അധികകാലം ഇരിക്കും. വ്യാവഹാരികം കൂടെ പ്രാതിഭാസികം പോലെ ആത്മവസ്തുവിന്റെ ജ്ഞാനത്താൽ ഉടനെ നശിച്ചു പോവുകയാണെങ്കിൽ ആത്മജ്ഞാനികൾ എന്നതും ജീവൻ മുക്തന്മാരെന്നതും ഇല്ലാതെ പോകും. എന്തെന്നാൽ ജ്ഞാനികൾക്ക് വ്യവഹാരം ഇല്ലാതെ പോയാൽ അജ്ഞാനികൾക്ക് ഉപദേശം ചെയ്യുക എന്നത് അസാധ്യമായി വരും. അതിനാൽ മണ്ണിൽ അധ്യാസമായിരിക്കുന്ന ചെറിയ വയറ്, വലിയ കഴുത്ത് മുതലായവയുള്ള കുടം കുശവന്റെ വ്യാപാരത്തിന് വയറ്, കഴുത്ത് മുതലായവ നശിക്കുന്നത് വരെ ഇരിക്കും. ഇതുപോലെ ആത്മാവിൽ ആദ്യാരോപമായി അറിയപ്പെട്ട കോശങ്ങൾ വിദ്യയാണെന്ന് അറിയപ്പെട്ടിരുന്നാലും പ്രാരബ്ധക്ഷയം വരെ വെന്ത തുണി പോലെ തോന്നപ്പെടുമെന്നല്ലാതെ എന്നറിയുക. അധികമായി പറയേണ്ടത് എന്താണ്? സിദ്ധാന്തം എന്തെന്നാൽ, മണ്ണിൽ ആരോപിക്കപ്പെട്ട കുളത്തിന്റെ രൂപവും പേരും ബാധിക്കപ്പെടുമ്പോൾ വാസ്തവമായ മണ്ണ് മാത്രമേ എങ്ങനെ മിഞ്ചുമോ, അതുപോലെ ആത്മാവിൽ ആരോപിക്കപ്പെട്ട പഞ്ചകോശങ്ങൾ ആത്മജ്ഞാനത്താൽ ബാധിക്കപ്പെടുമ്പോൾ സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവ് ഒരുവൻ മാത്രം വാസ്തവമായി മിഞ്ചുന്നു എന്നിങ്ങനെ ഏവൻ അറിയുന്നുവോ അവനാണ് ആത്മജ്ഞാനി, അവനാണ് ബ്രഹ്മജ്ഞാനി, അവനാണ് വിദേഹമുക്തി ഉണ്ടാകുന്നതെന്ന് സകല ഉപനിഷത്തുകളും ഉറക്കെ മുറയിടുന്നു. ഇതാണ് 10ാം വർണ്ണകം. ഇവിടെ പറയേണ്ടത്, ആത്മാവിന്റെ വാസ്തവിക ജ്ഞാനം ഉണ്ടായിരുന്നാലും പഞ്ചകോശങ്ങൾ തോന്നിക്കൊണ്ടിരിക്കുന്നതല്ലാതെ നശിക്കുന്നില്ല. കാരണം ഒരാൾക്ക് ജ്ഞാനം ഉണ്ടായാൽ നമുക്കറിയാം ഈ ലോക വസ്തുക്കളൊക്കെ ഒരു ഭ്രമമാണെന്നും ഈ ഭ്രമം നീങ്ങുന്നതാണ് ജ്ഞാനമെന്നും നമുക്കറിയാമല്ലോ. അപ്പൊ അവര് സംശയം ഇതാണ്, ഇതെല്ലാം നീങ്ങിയ ജ്ഞാനികൾക്കും കൂടെ ഈ ലോകമെല്ലാം പിന്നെ തോന്നുന്നല്ലോ എന്നുള്ളതാണ് പറയുന്നത്. അത് പറയണം, ഇത് സത്ത പകത്തിരിക്കുക. സത്ത ഇതില് വ്യാവഹാരിക സത്ത, പാരമാർത്ഥിക സത്ത, പ്രാതിഭാസിക സത്ത, ഇങ്ങനെ 3 സത്ത ഇതിൽ പിരിച്ചിരിക്കുക. നമുക്കറിയാം, ജീവസൃഷ്ടമായിരിക്കുന്നതിന്റെ നാശം ഇതാണ് പ്രാതിഭാസിക സത്തയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊരു സ്വപ്നം കണ്ടാലേ, സ്വപ്നം കണ്ടു കുറച്ച് സമയം ആ സ്വപ്നത്തിൽ ഇങ്ങനെ വ്യവഹരിച്ചതിന് ശേഷം ആ രാവിലെ ഉണർന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തിൽ കണ്ടതെല്ലാം ഇല്ലാതായി അല്ലേ? ഇതൊരു പ്രാതിഭാസിക സത്യം എന്ന് പറയും. ഇതൊരു ജീവസൃഷ്ടി പ്രാതിഭാസിക സത്യം ഉൾപ്പെടുത്തിയിരിക്കും. സത്യം, ഇത് സത്യം പോലെ സത്യം. ഇപ്പൊ നമുക്കിത് സത്യമാണ്, ഇതൊരു വ്യാവഹാരിക സത്തയിലാണ് നമ്മളിരിക്കുന്നത്. ഇത് വാസ്തവം പോലെ നമുക്ക് തോന്നുന്നു, അതാണ് ഇതിന് വ്യാവഹാരിക സത്ത എന്നാണ് പറയുന്നത്. ഇത് എതുവരെ ഇത് ഉണ്ടാവുമെന്ന് ചോദിച്ചു പറഞ്ഞു ഈ വ്യാവഹാരിക സത്ത ഇത് ഈശ്വര സൃഷ്ടമാണ്. ഈ പ്രപഞ്ചം ഈശ്വര സൃഷ്ടമാണ്. ഈ വ്യാവഹാരിക സത്ത എതുവരെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതിന്റെ നാശം വരെ ഉണ്ടാവും, ഈ പ്രാരബ്ധ നാശം വരെ ഉണ്ടാവും, നമ്മുടെ ഈ ശരീരം കൊണ്ട് പോകുന്നവരെ ഉണ്ടാവും. അപ്പൊ അതുവരയ്ക്കും ഈ വ്യാവഹാരിക സത്ത നിലനിൽക്കും. എന്നാൽ പ്രാതിഭാസിക സത്ത ജ്ഞാനം കൊണ്ടില്ലാതാണ്. പ്രാതിഭാസിക സത്ത എന്ന് പറയുന്നത് അറിവിൽ സങ്കല്പമായി ഉടലെടുത്ത് വരുന്ന കാര്യങ്ങളാണ്. കേവലം വാസ്തവത്തിൽ അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ അറിവിലാണ് മനസ്സ് നിന്നിട്ട് ഭൂതവും ഭാവിയും ഉണ്ടാക്കുന്നത്. ഭൂതത്തിലേക്ക് വരുന്നതും മനസ്സ് തന്നെ, ഭാവിയിലേക്ക് വരുന്നതും മനസ്സ് തന്നെ. ഇതിന്റെ മധ്യത്തിൽ നിൽക്കുന്ന അറിവാണ്. ഈ അറിവായിട്ട് സ്ഥിതി ചെയ്യുന്നതിനാണ് പറയുന്നത് ധ്യാനം. ധ്യാനം പറഞ്ഞ അറിവിൽ അമർന്നത് മാത്രമായി ഇടയണം.
അറിവിൽ അമർന്നത് മാത്രമായിടണം. കേട്ടിട്ടുണ്ടോ? ഗുരുദേവന്റെ ഒരു പദ്യമാണ്. അറിവിൽ അമർന്ന അത് മാത്രമായിടണം. ആ അറിവേ സ്വരൂപമായിട്ട് നിൽക്കുന്നതിനാണ് മനസ്സ് പ്രവേശിപ്പിക്കാതെ. മനസ്സ് പറയുന്നത് സങ്കല്പത്തിനെയാണ് മനസ്സെന്ന് പറയുന്നത്. വലിയ ക്ലാസ്സാണ് ചെയ്തത്. ചെറുതല്ലേ ഇത്? വലിയ നേച്ചറാണ് ഇതിനുള്ളത്. ഇതാണ് ഇതിൻ്റെ പരമാർത്ഥം. പരമാർത്ഥം എന്താണ്? അറിവാണ്. പക്ഷെ അതിൽ മനസ്സിൽ ചെയ്തു കൂട്ടുന്ന സങ്കല്പമായിട്ടാണ് ഭൂതവും ഭാവിയും നിൽക്കുന്നത്. ഭൂതത്തിലും ഭാവിയിലും ഏത് കാലം വരെ പ്രവൃത്തിയുണ്ടോ അതുവരെ ഇതിൻ്റെ അറിവ് മറന്നിരിക്കുകയാണ്. അതിനെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു, ഈ അറിവിലാണ് ഇത് തോന്നുന്നത്, ഈ അറിവിലാണ് ഇത് ഉണ്ടാവുകയും ഇല്ലാതുകയും ചെയ്യുന്നത്. ഇതേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അറിവിൻ്റെ പ്രത്യേകത, അറിവ് നിത്യമാണ്. അറിവ് സ്വയം ജ്യോതിയാണ്. അറിവ് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഉണ്ടായതല്ല. അതാണ് അതിൻ്റെ സ്വരൂപം. ഇതങ്ങനെ ഇരിക്കണം. ഇതാണ് നമ്മുടെ യഥാർത്ഥ രൂപമാണ് ഈ പറഞ്ഞ ഈ അറിവാണ്. ഈ അറിവേ സ്വരൂപങ്ങളാണ് നമ്മളെല്ലാം. പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? ഈ പ്രാതിഭാസികമായും വ്യാവഹാരികവും ഉണ്ടായിരിക്കുന്ന സത്യം അംഗീകരിക്കുന്നതാണ്. പ്രാതിഭാസിക സത്ത പെട്ടെന്ന് നശിച്ചു പോകും. വ്യാവഹാരിക സത്ത ദീർഘകാലം ഇരിക്കും. ഇതാണ് ഈശ്വര സൃഷ്ടി. ഒരു വ്യാവഹാരിക സത്തയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നാശം ഈ ജീവനെ സംബന്ധിച്ച് അവൻ്റെ ഈ ഉടലിൽ പോയി ശരീരം കൂടെ പോകുന്നില്ലാതെ. അതേസമയം പ്രാതിഭാസിക സത്തയ്ക്ക് നാശം വരും. ഇതാണ് സങ്കല്പം. ഇതാണ് ജീവസൃഷ്ടി. ഈ ജീവസൃഷ്ടിയുടെ നാശം, ജീവസൃഷ്ടികളുടെ നാശം തന്നെയാണ് ആത്മജ്ഞാനമായിട്ട് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ വ്യാവഹാരിക സത്തയുടെ നാശം ആരും കാക്ഷിക്കേണ്ട. ഇത് ഈശ്വര സൃഷ്ടിയാണ്. വേറൊരുത്തി പറഞ്ഞു, ഈ ഈശ്വര സൃഷ്ടമായിരിക്കുന്ന ഈ പ്രപഞ്ചം നിരുപദ്രവകാരിയാണ്. ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല. പക്ഷെ മറിച്ച് ഇതെല്ലാം എല്ലാവർക്കും അനുഗ്രഹം ചെയ്തിരിക്കുക, എല്ലാവർക്കും ഉപകാരം ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് ഈശ്വര സൃഷ്ടി ഈ എല്ലാവർക്കും ഗുണത്തെ ചെയ്യുമ്പോൾ ഈ ജീവസൃഷ്ടികൾ എല്ലാവർക്കും ദോഷമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു, കേവലം ഈ ജീവസൃഷ്ടിയുടെ തിരസ്കരണം ആണ് ഇവിടെ ജ്ഞാനമായിട്ടിരിക്കുന്നത്. ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ലോകമൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. ഇത് ഈശ്വര സൃഷ്ടമായതുകൊണ്ട് ഇതിന് അഴിവില്ല. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ശരീരം. ഇതെല്ലാം അങ്ങനെ തന്നെ നിൽക്കും. പ്രാരബ്ധ അവസാനം ഇതും കൂടെ ഇല്ലാതാവും. അങ്ങനെയാണ് പൂർണ്ണമായിട്ടും ആ പാരമാർത്ഥിക സത്ത, കേവല പാരമാർത്ഥിക സത്തയായിട്ട് നമുക്ക് അനുഭവത്തിൽ വരും. അതുവരയ്ക്കും നിലനിൽക്കുന്ന ഈ ഈശ്വര സൃഷ്ടിയും ജീവസൃഷ്ടിയുമാണ് നമുക്ക് ജ്ഞാനത്തിന് വിഘാതമായിരിക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ജീവസൃഷ്ടിയാണ് പോലും ജ്ഞാനത്തിന് ഏറ്റവും കൂടുതൽ വിഘാതം, ഈശ്വര സൃഷ്ടിയല്ല. അതുകൊണ്ടാണ് തത്വം അസി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആചാര്യന്മാരെല്ലാം ത്വം തത് അസി എന്നെടുത്തു. ത്വം തത് അസി എന്നാണ്. ഇത് ത്വം എന്ന് പറഞ്ഞ ജീവന്റെ ലക്ഷ്യാർത്ഥമായിരിക്കുന്നതിനെ അറിഞ്ഞാൽ, അല്ലെങ്കിൽ ജീവോപാധികളെ നേര് ചെയ്ത് ജീവന്റെ ലക്ഷ്യമായിട്ടിരിക്കുന്ന ആ ചൈതന്യത്തെ അറിഞ്ഞാൽ അത് തന്നെ ജീവൻ മുക്തി എന്ന് പറയുന്നത്. മനസ്സിലായി? ജീവൻ മുക്തന്മാരായി വാഴാം. ജീവൻ മുക്തന്മാരെന്ന് പറയുന്ന നമ്മുടെ ഈ ഗുരുക്കന്മാരെല്ലാം ജീവൻ മുക്ത പുരുഷന്മാരാണ്. അവരെന്താണ് ചെയ്തത്? ഈ പ്രാതിഭാസിക സത്ത അവർക്കില്ല. പ്രാതിഭാസിക സത്ത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജീവസൃഷ്ടികളാണ്. ജീവന്റെ സൃഷ്ടികളൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ മകൻ, മകൾ, അത് എൻ്റെ വീട്, എൻ്റെ അത് ഇതൊക്കെ പറഞ്ഞു വരുന്നതെല്ലാം ജീവസൃഷ്ടികളാണ്. ഈശ്വര സൃഷ്ടിയിൽ എൻ്റെതൊന്നുള്ള വാക്കേ ഇല്ല. എൻ്റെതൊന്ന പദം പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈശ്വര സൃഷ്ടി നിൽക്കുന്നത്. അത് എൻ്റേതെന്ന് പറഞ്ഞ് പഴകിയതുകൊണ്ട് നമുക്ക് നമ്മുടേത് അല്ലേ ഹോൾ എല്ലാം കൂടെ ചേർത്ത് ഇതാണ് പറയുന്നത്. ഇപ്പോൾ ഇത് ഈ അസം ആരുടേതാണ്? എൻ്റേതാണെന്ന് പറയില്ല, അല്ല ഞങ്ങളുടേതാണ്. അത് ചേച്ചിയുടേതും ഗീതയുടേതും ഉഷേരതും എല്ലാവരും കൂടെ ചേർത്ത് പറയുന്നതുണ്ട്. എൻ്റെതെന്ന് പറയില്ല. ഇപ്പം എൻ്റെതെന്ന് പറയുന്നതാണ് ജീവസൃഷ്ടി. എൻ്റെതെന്ന് പറയാൻ നമുക്ക് എത്രയൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ, ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതിൽ എൻ്റെതെന്നുള്ള എടുത്ത് കളയുന്നതിനാണ് അവർ നമുക്ക് പഠിപ്പിക്കുന്നത്. വേറൊന്നുമില്ല. ഇതെല്ലാം ഈശ്വരൻ്റെ തന്ന ഒരു അജ്ഞാത ഈശ്വരനെ വയ്ക്കാനല്ല.
ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഈശ്വരനെ തൻ്റെ ഉള്ളിൽ പുതുക്കായിട്ട് അനുഭവിക്കാൻ പറ്റും. ജ്ഞാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ജീവസൃഷ്ടികളെ ത്യാഗം ചെയ്യണം. തന്നെയാണ് പറഞ്ഞത്. വിരക്തി എന്നൊക്കെ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമില്ല, ഈ ജീവസൃഷ്ടികളുടെ ത്യാഗത്തെയാണ് വിരക്തി എന്ന് പറയുന്നത്. അല്ലാതെ ഈ പ്രപഞ്ച വിഷയങ്ങളെ ഒന്നും പോയി ആരും ഉപേക്ഷിക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. മുക്തിക്ക് അനുകൂലമായിട്ടാണ് ഈ ഈശ്വര സൃഷ്ടി നിൽക്കുന്നത്. ഒരു മരം ഉള്ളത് കൊണ്ടല്ലേ ബുദ്ധൻ അതിൻ്റെ മൂട്ടിൽ പോയി തപസ് ചെയ്യാൻ പറ്റിയത് അല്ലേ? ആ മരം വാസ്തവത്തിൽ നിരുപദ്രവമായ ബുദ്ധന് ആ തൻ്റെ നിഷ്ഠയ്ക്ക് വലിയ പ്രയോജനത്തെ ചെയ്തില്ല. ലോകം മുഴുവൻ അങ്ങനെയാണ്. വാസ്തവത്തിൽ നമുക്ക് അനുകൂലമായിട്ടാണ് വാസ്തവത്തിൽ ഈ ജീവനെ മോക്ഷം അടയിക്കാൻ വേണ്ടി തന്നെയാണ് ഈശ്വരൻ ഈ സൃഷ്ടി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നല്ല തെളിവാണ് ഇതിൽ. എന്നാൽ ഇതിൽ പോയി ജീവൻ സൃഷ്ടി ചെയ്തിരിക്കുന്നതിനെയാണ് പ്രാതിഭാസിക സത്തയെന്നും അതാണ് ജീവസൃഷ്ടിയെന്നും അതിന് വലിയ ദൂരമില്ലെന്നും പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. നമ്മൾ എൻ്റെ മരമെന്ന് പറഞ്ഞ് ഞാൻ നട്ട മരമെന്ന് പറഞ്ഞ് മാവ് പെട്ടെന്ന് പട്ടുപോകില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞ പട്ടുപോകുന്ന വിചാരത്തിലല്ല, നശിച്ചു പോകണ കാണാനില്ല. അപ്പോൾ അതിനൊക്കെ എപ്പോഴും ഇങ്ങനെ തോന്നും, ഇല്ലാതായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ തോന്നും മറിയും ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതിനെയാണ് എൻ്റെതെന്ന് പറഞ്ഞു വരുന്നതെല്ലാം ഈ പ്രാതിഭാസിക സത്തയിൽ അകപ്പെടും. അത് തന്നെയാണ് ജീവസൃഷ്ടിയായിട്ട് ഇരിക്കുന്നത്. ഈ ജീവസൃഷ്ടിയുടെ പരിപൂർണ നാശമാണ് ആത്മജ്ഞാനം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ജീവസൃഷ്ടിയെ നശിപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരു പറഞ്ഞ സാധിക്കും. ധീരന്മാരായിരിക്കുന്ന എൻ്റെ പുത്രന്മാരെന്നാണ് മായ. ഇതിനെ പറയുന്ന മായ എന്നാണ്. ഈ മായ ഗോഷ്പതുല്യം കിടക്കും. ധീരന്മാരായിരിക്കുന്ന പുത്രന്മാരെന്ന് വെച്ചാൽ അർത്ഥം എന്തിനാണ്? ചങ്കൂറ്റമുള്ളവരെന്നല്ല, നല്ല ബുദ്ധിയുള്ളവർ, നല്ല വിവേകമുള്ളവരായിരിക്കുന്ന എൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ അതാണ് ശ്രുതിമാതാവ് പറയുന്നത്. അവർ ഈ മായെ നിസ്സാരമായിട്ട് കടക്കും. ബാക്കി എല്ലാവരും അവർക്ക് ധീരതയില്ല, ബുദ്ധിയില്ലാത്തതിനാണ് ധീരതയില്ല എന്ന് പറയും. അവർ ചിന്തിക്കുന്നില്ല എന്തിനാണ് താനിവിടെ ഈ ഭൂമിയിൽ അവതരിച്ച് വന്നിരിക്കുന്നത്, എന്താണ് തൻ്റെ ഉദ്ദേശം. ഉണ്ണുക ഉറങ്ങാൻ തുടങ്ങിയ മാത്രം കൃത്യങ്ങൾ ചെയ്യാനാണ്. അപ്പോൾ പറയും, നമ്മുടെ താരം ചോദിക്കുക, ഉണ്ണുക ഉറങ്ങാത്തില്ല, ഞാൻ ജോലി ചെയ്യല്ലേ. അപ്പോൾ ഉണ്ണുക ഉറങ്ങിയതിന് വേണ്ടിയിട്ടല്ലേ ആ ജോലി ചെയ്ത് പണം ഉണ്ടാക്കുക അല്ലേ? ഇതെല്ലാം ഉണ്ണുക ഉറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിലും ഒരു ശ്രദ്ധയില്ല. ഇതിനു വേണ്ടിയാണോ നിങ്ങൾ അവതരിച്ച് വന്നേക്കണമെന്ന് ചോദിച്ചിട്ട് അവർ തന്നെ പറഞ്ഞു, നല്ലല്ല. വിവേകത്തോടെ നിന്ന് ഈ ലോകത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് ദുഃഖമെന്ന് തിരിച്ചറിഞ്ഞ് ആ മുക്തിമാർഗത്തിൽ പ്രവർത്തിച്ച് മുക്തി അടയാനാണ് ഇതിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഓർമ്മിച്ചുകൊണ്ട് അതിലേക്ക് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈശ്വരൻ അവരെ അനുഗ്രഹിക്കും, ആനന്ദം കൊണ്ട് കുളിപ്പിക്കും, ആനന്ദത്തിൽ കുളിപ്പിക്കും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ കാണുന്ന രൂപങ്ങളല്ല, തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. ആ അനുഭൂതി അതിന് ഇരിക്കണം. അത് എങ്ങനെ അത് വെളിപ്പെടാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ജീവസൃഷ്ടി ഇരിക്കുന്നിടത്തോളം അത് വെളിപ്പെടില്ല. ഇതാണ് വിഘാതം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, അയ്യോ ഇതെല്ലാം ഉപേക്ഷിക്കുന്നൊക്കെ പറഞ്ഞ സന്യാസി അവർ പറഞ്ഞ് വേറെ ഒന്നുമല്ല, ഇത് ഉപേക്ഷിക്കാനാണ്. പക്ഷേ അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ സ്വീകരിച്ചാൽ കുഴപ്പമില്ല. ഇതിൻ്റെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേണം എന്തും ചെയ്യാം. ജ്ഞാനം അടഞ്ഞതിന് ശേഷം അവർക്ക് പ്രാരബ്ധം നയിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് കൈവല്യത്തിൽ പറയുന്നു, പിന്നെ അവര് വാണിഭം ചെയ്യലും ചെയ്യാൻ, മാധവം ചെയ്യലും ചെയ്യാൻ, ഊമരുമാവാർ ഉള്ളത്തു വകയാൽ ജീവൻ മുക്തം. ഇതിൻ്റെ അർത്ഥം അവർ വേണേൽ കച്ചവടം ചെയ്ത് ജീവിക്കും, ചിലപ്പോൾ വിവാഹം ചെയ്ത് ജീവിക്കും, ചിലപ്പോൾ മൂകരായിരിക്കും, ഒന്നും സംസാരിക്കാതെ മൂകന്മാരായിട്ട് മാറിപ്പോകും. ഉള്ളത്തു വകയാൽ ജീവൻ മുക്തം എന്ന് വെച്ചാൽ തൻ്റെ ഉള്ളിൽ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് ജ്ഞാനമടഞ്ഞത്. ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകതയാണ് ഈ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ സ്വാമി പറയുന്നത് ഈ 3 സത്തകളാണ്. അതായത് വ്യാവഹാരിക സത്ത, പ്രാതിഭാസിക സത്ത, പാരമാർത്ഥിക സത്ത. ഇതിൽ പാരമാർത്ഥിക സത്തയ്ക്ക് നാശമില്ല, അത് പരമാർത്ഥമാണ്. അതാണ് അറിവ്. ഇതിലെ അറിവെന്ന് പറയുന്നത് ഈ അറിവിൻ്റെ ഇവർ തോന്നുന്ന കാര്യങ്ങളായിട്ടാണ്, സങ്കല്പങ്ങളായിട്ടാണ് ഈ ഭൂതബോധിയ പ്രപഞ്ചം ഇതിലിരിക്കുന്നത്. അത് ഈ വെളി വിഷയമല്ല, തൻ്റെ ഉള്ളിൽ തന്നെ താൻ എൻ്റെതെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം വൃത്തികളാണ്, മനോവൃത്തികളാണിത്.
ഈ വൃത്തി രൂപത്തിലാണ് അതിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തോ വിവേകം കൊണ്ട് പിരിച്ചറിയാനൊന്നും സാധിക്കാത്തതുകൊണ്ട് എല്ലാം കൂടെ കെട്ടിപ്പണഞ്ഞ് ഒരുപോലെ ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരു നല്ല വിവേകി എന്ന് പറഞ്ഞാൽ അവരിതിനെ വളരെ സൂക്ഷ്മമായിട്ട് വിചാരിച്ചറിയും. ഏതാണ് നമുക്ക് ദോഷം ചെയ്തിരിക്കുന്നത് അവർ കൃത്യമായിട്ട് അറിയാം. അവർക്ക് ഗുരു അനുഗ്രഹം കൂടെ വരും. അതാണ് പറയുന്നു. വ്യാവഹാരിക സത്ത എന്നും പാരമാർത്ഥിക സത്ത എന്നും പ്രാതിഭാസിക സത്ത എന്നും സത്ത 3 വിധം, ഈശ്വര സൃഷ്ടി എന്നും ജീവസൃഷ്ടി എന്നും 2 വിധം ഇങ്ങനെ ഇരിക്കുന്നതിൽ അധ്യാസസ്വരൂപമായ കയറ്റിൽ പാമ്പ് മുതലായ സകലതും ജീവസൃഷ്ടി. ഇതാണ് പ്രാതിഭാസികം. ഈ ജീവസൃഷ്ടിക്ക് ഇരിപ്പിടമായ ആകാശം മുതലായ സകലതും വ്യാവഹാരിക സത്ത. ഈ വ്യാവഹാരിക സത്തല്ല ഈശ്വര സൃഷ്ടി. ഈശ്വര സൃഷ്ടിക്കും കൂടി ഇരിപ്പിടം ഏത് ബ്രഹ്മമോ അത് പാരമാർത്ഥിക സത്ത. അതാണ് നിത്യമായത്. ഈ നിത്യമായതിനെയാണ് നമ്മൾ തേടുന്നത്. നീ തന്നെ, നീയാണ് നിത്യമായത്. അതിൽ മറ്റേ സത്തകളെ അംഗീകരിച്ച് നിൽക്കുന്നത് കൊണ്ട് എന്ത് പറ്റും? ആ വാസ്തവത്തിൽ അംഗീകാരം ചെയ്തിരിക്കുന്നത് ആരാണ്? ഈ പാരമാർത്ഥിക സത്തയിൽ ഇരുന്നാണ് ചെയ്തിരിക്കുന്നത്. തൻ്റെ ഇരിപ്പിടം തനിക്ക് മറന്നുപോയി. താൻ ഇരിക്കുന്നത് ആ പാരമാർത്ഥിക സത്തയിലാണ്. അതായത് യഥാർത്ഥ അറിവാണ് താൻ. പക്ഷെ അതിലിങ്ങനെ തോന്നി പറയുന്ന കാര്യങ്ങളായിട്ട് ഈ ജീവസൃഷ്ടിയും ഈശ്വര സൃഷ്ടിയും നിൽക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. വേറെ ഒന്നും പറഞ്ഞാൽ ഇതെല്ലാം ഒരുപോലെ സ്വപ്ന സന്നിഭമാണെന്ന്. ഇതിലൊന്നും തന്നെ യാഥാർത്ഥ്യമില്ല. നമുക്കത് അംഗീകരിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ജ്ഞാനം ഉണ്ടാവാത്തത്. അംഗീകരിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? പക്ഷേ ശ്രുതി പറഞ്ഞു. ഇതാണ് ശ്രുതി. യുക്തികൾ വേണം. അതിനെ സംബന്ധിച്ച് നമ്മൾ വിവേകത്തോടു കൂടി ചിന്തിച്ച് വാസ്തവമെന്ന് കാണുന്ന യുക്തികൾ ഇതിലുണ്ടാക്കണം. അത് നമ്മുടെ പരിപാടിയാണ്. വേദം ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ യുക്തികളെ ഉണ്ടാക്കാനുള്ള ആരാണ്? നമ്മളാണ്. ചേച്ചി വേദം പറയുന്നു എന്ന് പറഞ്ഞാൽ വേദം കള്ളം പറയുമോ എന്ന് ആലോചിക്കണം. ഇവിടെ നമുക്ക് പറഞ്ഞു തന്നു വേദമാതാവ് എന്നുവെച്ചാൽ ആ പരാശക്തി അമ്മയാണ് ഇതിൻ്റെ സൃഷ്ടി ചെയ്തിരിക്കുന്നത്. അവരാണ് തൻ്റെ കുഞ്ഞുങ്ങളെ നമ്മളെല്ലാം രക്ഷിക്കണമെന്ന് വിചാരിച്ച് ഈ വേദത്തെ രചിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവരൊരിക്കലും ചതിക്കില്ല. നമ്മളെ ജീവന്മാരെ ചതിക്കുന്ന ഒരു സ്വഭാവം വേദത്തിനില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ വിശ്വസിച്ചുകൊണ്ട് ആരാണോ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ ഉണരാൻ ശ്രമിക്കുന്നത് അവർക്ക് ജ്ഞാനമുണ്ടാവും. ജ്ഞാനം എന്നുവെച്ചാൽ തൻ്റെ ഉള്ളിൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാവും. താനാണ് ആത്മാ. ആ താൻ എങ്ങനെ ഇരിക്കുന്നു? ഈ ദേഹമോ ഇന്ദ്രിയമോ ഈ കോശങ്ങളോ ഇതൊന്നും അല്ലെന്നും ഇതിന് വിലക്ഷണമായി ഇവർ പറയുന്ന രൂപത്തിൽ ഈ ശരീരത്ര വിലക്ഷണൻ, അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷി, പഞ്ചകോശ വ്യതിരിക്തൻ, സച്ചിദാനന്ദ സ്വരൂപൻ, ഇങ്ങനെ 4 വിധത്തിലും വേദം പറഞ്ഞിരിക്കുന്നത് അതാണ് ഇതിനെയാണല്ലേ എന്ന് അവർക്ക് പ്രതിഭിജ്ഞ ഉണ്ടാവും. ആ പ്രതിഭിജ്ഞ തന്നെ ജ്ഞാനമായി. ജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനം കൊണ്ട് അവർക്ക് മുക്തി ഉണ്ടാവും. ജ്ഞാനം കൊണ്ടാണ് മോക്ഷം ഉണ്ടാവുന്നത്. അജ്ഞാനം കൊണ്ട് ബന്ധം ഉണ്ടാവുമെങ്കിൽ ജ്ഞാനം കൊണ്ട് മോക്ഷം ഉണ്ടാവും. അങ്ങനെ ആ മുക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ചിന്തിച്ച് ഉണരാൻ നമ്മളെല്ലാം അസമർത്ഥന്മാരാണ്. ആരും അതിന് സാമർഥ്യമുള്ളവരായി ലോകത്ത് ആരും ജനിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്, ഭക്തുക്കളെ. പക്ഷേ ഇങ്ങനെ അവർ പറയുന്ന രൂപത്തിൽ പ്രവർത്തിച്ച് പതുക്കെ വന്നാൽ അവർ പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ മുക്തിയാണ്, ശാശ്വത മുക്തി എന്നാണ്. എന്തിനാണ് ആ മുക്തി എന്ന് നമുക്ക് അല്ലേ ഇപ്പൊ തോന്നുന്നുണ്ടോ? തോന്നുന്നെങ്കിൽ വേദം പറയുന്നു ഈ ജനനം മരണമെന്ന് പറയുന്നത് മഹാദുഃഖ സമുദ്രമാണത്. വാസ്തവത്തിൽ ഈ പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനി ജഡരേ ശയനം. ഈ ജഡത്തിൽ വന്ന് ശയിക്കുക, അതായത് ഈ ശരീരത്തിൽ വന്ന് ശയിക്കുക എന്ന് പറയുന്നത് അതാണ് ജീവൻ വന്നിരിക്കുന്നത്. ഇതിൽ പരം ഒരു ദുഃഖം വേറെ ഇല്ല. അത് ഏതെല്ലാം തരത്തിലെ ദുഃഖമാണെന്ന് പിന്നെ പറഞ്ഞു. താപത്രയ ദുഃഖങ്ങളെന്ന് പറയും. അതാണ് അതായത് ആധ്യാത്മികം, ആദി ഭൗതിക, ആദി ദൈവികം. ഇങ്ങനെ 3 വിധ താപങ്ങളെ പേറിയാണ് ഈ ജീവൻ ഇതിൽ കഴിയുന്നത്. അത് ഘോരമാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആണ് എല്ലാവരും മുക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ച് വരുന്നതിൽ വളരെ വിരളമായിട്ട് ആ മുക്തി ഇതിൽ സാധിക്കും. അത്ര വലിയ ഡെലിക്കേറ്റ് ഒരു സംഭവമാണ്. മനസ്സിലായി?
ഒരു കോടി ആളുകളിൽ പ്രവർത്തിക്കുന്നതിൽ ഒരേ ഗുരുവിൻ്റെ ശിഷ്യന്മാരായാലും അതിൽ വളരെ വളരെ മൈനോറിറ്റി ആയിട്ട് കുറച്ച് പേർക്ക് ഇതിൻ്റെ കാര്യം ഗ്രാഹ്യപ്പെടും, മനസ്സിലായാൽ തന്നെയും അവർക്ക് ആ പ്രാരബ്ധം എങ്ങനെയാണോ നിൽക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞുകൂടാ. പ്രാരബ്ധം കൂടെ നമുക്ക് അനുകൂലമായി വരുന്ന സമയത്ത് ജ്ഞാനമുണ്ടാകും. ഈ പ്രാരബ്ധം എന്ന് വെച്ചാൽ അറിയില്ലേ, നമുക്ക് ഇത് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല. അത് തടസ്സം എന്ന് പറഞ്ഞാൽ ഈ പല പല പ്രാരബ്ധങ്ങളാണ്. അത് നമ്മൾ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര തന്നെ അതിനെ അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചാലും ആ തടസ്സം നീങ്ങില്ല. കാരണം പ്രാരബ്ധമായിട്ട് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടതാണത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മാറി ഒരു അനുകൂലം വരാൻ വേണ്ടിയിട്ടാണ് നിഷ്കാമകർമ്മം ചെയ്ത് ഈശ്വരൻ്റെ അനുഗ്രഹം സമ്പാദിക്കാൻ പറയുന്നത്. ഈശ്വരൻ പ്രസാദിച്ചാൽ, അവർ പറയുന്നത് ഈശ്വരാനുഗ്രഹം ഉണ്ടായാൽ ഇനി എന്തെല്ലാം പ്രതിബന്ധം ഉണ്ടായെല്ലാം മാറും. ഈശ്വരാനുഗ്രഹം വരണമെങ്കിലോ ഈശ്വരൻ അനുകൂലമാവുന്ന വിധത്തിൽ ഈശ്വര ഭജനം ചെയ്യണം. അത് ധ്യാനവും ജപമൊക്കെ അതിനുവേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ നിരന്തരം അങ്ങനെ ജപിക്കുന്നവർക്ക് ആ ഈശ്വരൻ്റെ അനുകൂലം വരും. മനസ്സ് സത്വഗുണമാവുമെന്ന് പറഞ്ഞതാണ്. ഇതെല്ലാം വേറെയാണ് വാക്ക്. ഇതിൻ്റെ അർത്ഥം ഈശ്വരൻ ഏതോ ഒരു ലോകത്ത് നിൽക്കുന്ന ഒരു ഈശ്വരൻ വന്ന് അനുഗ്രഹിക്കുന്നതല്ല. നമ്മുടെ ഉള്ളിൽ ആ മനസ്സ് സത്വഗുണ പ്രധാനമായി ഈശ്വര செயലിലേക്ക് ഇത് മാറും. ആനന്ദം കൊണ്ട് ഇയാൾ കുളിക്കുമെന്നാണ് പറയുന്നത്. സ്വാമിയൊക്കെ അതിലാണ് നടന്നത്. ചിന്താൻ സ്വാമിയൊക്കെ വളരെ ആനന്ദത്തിൽ കുളിച്ച് അങ്ങനെ കഴിയുന്നവരാണ്. ഈ ലോകത്ത് സത്യത്തെ അവർ ഈ ലോകത്തോട് നടക്കുകയല്ല ചെയ്യുന്നത്, ഒഴുകുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ, നമ്മളൊരു ഒരു ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ, ഒരു വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ഈ ലോകം നല്ല നല്ല എല്ലാം അനുഭൂതി തരണം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് അനുഭവിച്ച് അറിയണ്ടേ? ഇതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത്ഭുത മുക്തി ചേരും അപവാദ വഴിയും കേളായെന്നാണ്. അത്ഭുത മുക്തി എന്ന് പറയാൻ കാരണം ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് പോയത്. അതുപോലും ഒന്ന് ക്ലാസിഫൈ ചെയ്ത് ഇത് പറയാൻ അനന്തന് പോലും സാധ്യമല്ല. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് എന്തിനാണ് പറഞ്ഞത്? അത്രയ്ക്ക് പ്രാധാന്യത്തോടു കൂടി ഇതിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞത്. നമുക്ക് ഒരു കാര്യത്തിന് പ്രാധാന്യത്തോടു കൂടി സമീപിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? അത് നമുക്ക് ഗുണം ചെയ്യില്ല. ചെയ്യോ? നമ്മൾ എപ്പോഴും വേണം വേണ്ടാതെ നമ്മൾ ഭക്ഷണം കഴിക്കില്ല. അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല എന്നാണ് പറയുന്നത്. പിടിക്കുമോ? പക്ഷേ അത് നല്ല ഭക്ഷണമാണ്, നല്ല ദിവ്യമാണ്. ഇങ്ങനെയുള്ള ഭാവനയോടുകൂടി തന്നെ അതിന് സമീപിക്കുമ്പോൾ എന്ത് പറ്റും? ആ കഴിക്കുമ്പോൾ തന്നെ രുചി. അത് ദേഹത്ത് അത് ചെന്ന് കഴിഞ്ഞാൽ ഗ്യാസും ഒന്നുമായിട്ട് മാറാതെ അത് ശരീരത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിലാവും. നല്ല സങ്കല്പങ്ങളോടുകൂടി അതിനെ അനുഭവിക്കണമെന്നാണ്. ആ രൂപത്തിലാണ് അനുഭവിക്കാറ്. നിശ്ചയമാണല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് പോകണമെന്ന് വെച്ചാൽ, അതായത് പ്രാധാന്യം. ഈ പ്രാധാന്യത്തോടു കൂടിയല്ല ഇത് കേൾക്കുന്ന ഒന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനവും ഇതിലില്ല. അതൊക്കെ ഞങ്ങളൊക്കെ എങ്ങനെയാണെന്നറിയോ സ്വാമി ചെയ്തത്? ആദ്യകാലങ്ങളിലൊന്നും എന്തിനാണ് ഏതാണെന്ന് അറിഞ്ഞൂടല്ല. അപ്പോൾ സ്വാമി ഇങ്ങനെ ഇതുപോലെയൊക്കെ പറയും. അതായത് ഇതിൻ്റെ മഹാത്മ്യം ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങ് വലിയ ഇതിലേ നടക്കേ. നമ്മളിങ്ങനെ ആലോചിക്കും എന്തിനാണ് മഹാത്മ്യം. അവിടെ ഒരു സെറ്റ് ചെയ്താൽ ഇപ്പോൾ 10,000 രൂപ കിട്ടാനുള്ള ഒരു വർക്ക് അവിടെ കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും ഈ കുറച്ച് ഒന്ന് പെട്ടെന്ന് തീർന്നേക്ക് പോകാമെന്നുള്ള ഭാവത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ എങ്കിലും സ്വാമിയുടെ ആ ഒരു അതാണ് അവരുടെ വിൽ പവറാണ്. ഇതാണ് അവരുടെ തപസ്സിൻ്റെ ഫലമാണ്. തപോബലം കൊണ്ടാണ് നമ്മളെല്ലാം അവർ കീഴ്പ്പെടുത്തി നിർത്തിയിരുന്നത്. പിന്നെ ആലോചിച്ചാ സ്വാമി പറഞ്ഞു തീരുന്നത്. അങ്ങനെ നിന്ന് ഞങ്ങള് അവസാനം ഹിപ്നോട്ടൈസ് ചെയ്തു. ഞങ്ങൾ വരണതും ഇരിക്കണതും ഒന്നും അറിയാതായി. മണിക്കൂറുകളോളം സ്വാമിയുടെ മുമ്പേ കേൾക്കാൻ തുടങ്ങി. അറിഞ്ഞൂടാ. അപ്പോൾ എന്തിനാണ് ഒടുവിലാണ് നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്തു പോയി. അതൊക്കെ മറന്നുപോയി. അവിടെ വീട്ടിലെ കാര്യമോ അവിടെ ഒറ്റയ്ക്കാണ് ഗീത, അവിടെ ഒറ്റയ്ക്കാണെന്നാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അച്ഛൻ പറയും, ഞാൻ നീ നേരത്തെ വന്നാ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി ഒന്ന് പോഴത്തേക്ക് ചെയ്യും. നമ്മൾ ഇങ്ങോട്ട് വന്ന് അത് കേട്ടിട്ട് നമ്മൾ വീടുകാര്യവും നാട്ടുകാര്യവും ഒക്കെ മറന്നു. അവിടെ ഒരാൾ ഒറ്റയ്ക്കാണ് രാത്രി
അത് അത്ര അടച്ചുറപ്പുള്ള വീടല്ല. ഇത് ഓർമ്മയില്ല ഉഷ. അപ്പൊ ഉഷ പറയും, എന്ത് ദ്രോഹമാണ് ചേട്ടൻ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാം, ഈശ്വരനോട് ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലാണ് ഈശ്വരന്റെ പ്രത്യക്ഷമായ അനുഭവം ഉണ്ടാവുന്നത്. ഇതൊക്കെ എത്ര അനുഭവം ഉണ്ടെന്നറിയാമോ? കേട്ടോക്കെ പറഞ്ഞ് ഭയങ്കര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനവിടെ ഉള്ളതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല അവരെ സംബന്ധിച്ച്. എന്തോ ഒരു ദിവസം ഭയങ്കരമായിട്ട് പേടിച്ചു നിന്നു. ഒരു ശബ്ദം ആ കഥവാണെങ്കിലോ ആരെങ്കിലും ഇങ്ങനെ തള്ളുന്നിട്ട് തുറന്നു പോകുന്ന ഒരു കഥവാണ്. ഇവിടെ വീട്, വാടക വീട്, എനിക്കതൊന്നും ഓർമ്മയില്ല. പക്ഷെ ഇവളത് കാരണം ഓരോ ശബ്ദം കേൾക്കുമ്പോഴും ഞെട്ടും, പേടിക്കും. ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കല്ലേ. ഒരു വീട്ടിൽ ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ പേടി വരും അല്ലേ? രക്ഷയ്ക്കില്ല വരും. എല്ലാം അടച്ചുപൂട്ടി കിടക്കണതാണ്, എന്നിട്ട് പേടി. അവസാനം ഒരു സ്വപ്നം കണ്ട് ഞാൻ അവിടെ ചെന്നതായിട്ടും ഗീതയെന്ന് വിളിച്ചതായിട്ടും അത് കയറി അവിടെ അകത്ത് വന്ന് കിടക്കുകയാണ്. അപ്പോൾ രാവിലെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ആളില്ല. അയ്യോ, ഇന്നലെ വന്നതാണല്ലോ. പിന്നീടാണ് മനസ്സിലായത്, വെറുതെ തോന്നിയത്. ഈശ്വര അതാണോ ഈശ്വരൻ ആ ഒരു പ്രൊട്ടക്ഷൻ അവിടെ കൊടുത്തത്. ഒരുപാട് സന്ദർഭത്തിൽ എനിക്ക് അനുഭവമുണ്ട്. ഗീത പറഞ്ഞു എനിക്കറിയാം. കാരണം നമ്മുടെ മനസ്സിൽ തീരെയില്ല ഒന്നും. ചേച്ചി, അത് ക്രൂരതയല്ല. സത്യത്തിലെ ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രം സ്വാർത്ഥത ആകാം. ഈശ്വര കാര്യത്തിൽ പ്രവർത്തിക്കുന്നതിൽ സ്വാർത്ഥത തെറ്റല്ലെന്നാണ്. പക്ഷേ മനസ്സിലായ, അയ്യോ എൻ്റെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ ഞാൻ വേണമെന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഒരു സ്വാർത്ഥത നമുക്കില്ലേ, അത് സ്വല്പം ലംഘിക്കുന്നത് കൊണ്ട് ഈശ്വരന് നമ്മളോട് ഒരു വിരോധമില്ല. കാരണം വാസ്തവത്തിൽ അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവന് 10ൽ 10 മാർക്കുണ്ട്. ഒരു വശത്ത് ക്രൂരത പോലെ തോന്നും അല്ലേ? ക്രൂരതയല്ലേ ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് പിന്നെ ഞാൻ ഇവിടെ വെച്ച് തന്നെ പറയാം, ഇവിടെ സഹോദരനും അമ്മയും ഉണ്ട്. അപ്പോൾ അവര് എങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ പറയട്ടെ, ഇത് കാര്യം എല്ലാവരും അറിയാനുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ നീ പോവുമെങ്കിൽ നീ എൻ്റെ മോളെ കല്യാണം കഴിക്കേണ്ട കാര്യം എന്തിനായിരുന്നു? നിനക്ക് അങ്ങനെ പോയാൽ പോരായിരുന്നു. അതൊക്കെ ആയി. ഇതിനു വേണ്ടിയാണോ നീ കല്യാണം കഴിച്ചത് എന്നായി. അപ്പം ഇത് വൻമുട്ടം അഴക്കടക്കാണ് വീട്ടിലെ. നമ്മളിതുമല്ല അറിയുന്നു. നമ്മളിവിടെ ആയിരിക്കും സ്വാമി പറയാനും കേട്ടു താര ഇരുന്ന് ചിരിക്കണ്ട. താര ഞങ്ങളെ ഇവിടെ സ്വാമി ഹിപ്നോട്ടൈസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ വാസ്തവം പറഞ്ഞാൽ ഞങ്ങൾ വീടും കൂടും നാടും എന്തിനു പറഞ്ഞാൽ നമ്മുടെ ശരീരം എല്ലാ ബോധവും പോകും. ഇങ്ങനെ ഇതാണ് ഇത് ശരിക്കും ഇങ്ങനെയാണ് ഒരു ഗുരുവിനോട് അല്ലെങ്കിൽ ഈ പറയുന്ന ശാസ്ത്രങ്ങളോട് ഒരാൾ ഇങ്ങനെയാണ് ഇരിക്കാവുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതകത്തോട്ട് കയറും, അല്ലെങ്കിൽ കയറില്ല വിഷയം. മറ്റേ മനസ്സ് വന്നിട്ട് അയ്യോ നമ്മൾ പോണം ഇത് പെട്ടെന്ന് നിർത്തിയാൽ കൊള്ളാമെന്നുള്ള ഒരു ഭാവമൊക്കെ ഇതിൽ വരും. വെച്ച് പറഞ്ഞ് മനസ്സിലായല്ലോ. ഈ രണ്ട് സത്തയും, അതായത് ഈ പാരമാർത്ഥിക സത്തയും ഈ വ്യാവഹാരിക സത്തയും രണ്ടും ഒന്ന് ഈശ്വരൻ്റെതാണ്. വ്യാവഹാരിക സത്ത ഈശ്വരൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം കുറച്ച് കൂടുതൽ കാലം ഉണ്ടാവും. അതുവരയ്ക്കും ഈ വ്യാവഹാരികം നശിക്കുന്നത് വരെ, ഈശ്വര സൃഷ്ടി നശിക്കുന്നവരെ വ്യാവഹാരിക സത്ത ഉണ്ടാവും. ജീവസൃഷ്ടി എന്ന് പറഞ്ഞ പ്രാതിഭാസിക സത്ത, അത് നശിക്കുന്നത് വരെ ഈ ജീവ സൃഷ്ടി നശിക്കുന്നത് വരെ ഈ പ്രാതിഭാസിക സത്ത ഉണ്ടാവും. ഇതിൽ പാരമാർത്ഥിക സത്ത എന്ന് പറയുന്നത് നിത്യമാണ്. അതാണ് സത്യത്തിൽ ആത്മാവിൻ്റെ സ്വരൂപം. ഇതാണ് നമുക്ക് വിളക്കി തന്നിട്ട് പറഞ്ഞു, ഇതാണ് വാസ്തവത്തിലുള്ളത്. നീ ആലോചിച്ച് നോക്കൂ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ള 3 അവസ്ഥകൾ നിനക്ക് വരുമ്പോൾ ഇതിൽ നിനക്കറിയാം ജീവസൃഷ്ടികളെല്ലാം നശിച്ചു പോകുന്നു. ഈശ്വര സൃഷ്ടിയും നശിച്ചു പോകുന്നു. സൃഷ്ടിയില് ഈ 2 സൃഷ്ടിയും നശിച്ച് സുഷുപ്തിയില് ആ പാരമാർത്ഥിക നില അവിടെ നിലനിൽക്കുകയാണ്. പക്ഷെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ട്? അതിനുള്ള പുണ്യമോ വിവേകമോ ഗുരുശാസ്ത്രങ്ങളിലുള്ള നിശ്ചയങ്ങളോ ഇല്ല. ഗുരുശാസ്ത്രങ്ങൾ നിശ്ചയവും അറിവും വേണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് അത് അങ്ങനെയൊന്ന് തിരിച്ചറിയേണ്ടത്. ഇത് തിരിച്ചറിയാന്ന് വെച്ചാൽ നമ്മളുടെ ബുദ്ധി കൊണ്ടല്ല, ജ്ഞാനദൃഷ്ടി കൊണ്ടാണ് ഇതിനെ തിരിച്ചറിയുന്നത്. ആ ജ്ഞാനദൃഷ്ടിൻ്റെ വിവേകം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വിശേഷ ദൃഷ്ടിയാണത്. വിവേകം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വിവേകം എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്നത്. ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവേകമാണ്.
ശാസ്ത്രങ്ങൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ 6 അടയാളങ്ങളോട് ചേർത്ത് മനസ്സിലാക്കണം. ഉപക്രമം, ഉപസംഹാരം, അഭ്യാസം, അപൂർവത, അർത്ഥവാദം, ഫലം. ഇങ്ങനെ 6 അടയാളങ്ങളോട് ചേർന്ന് ഒരു ആധ്യാത്മിക കാര്യം കേൾക്കാവൂ. അതിൽ ആ വിവേകത്തെ ഉണ്ടാക്കുന്ന രൂപത്തിലാണ് പറയുന്നത്, ഈ ലോകം ദുഃഖമാണ്, ഇതിൽ ആരും തന്നെ സുഖമായി ഇരുന്നിട്ടില്ല, ഇതെല്ലാം ക്ഷണികങ്ങളാണ്, ഇത് വാസ്തവത്തിൽ നമ്മളെ യഥാർത്ഥ സ്വരൂപത്തെ മറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ മറച്ചത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ആയുസ് മുഴുവൻ നമുക്ക് വേസ്റ്റായി പോയി. കാരണം ആ ജ്ഞാനം ഉണ്ടായില്ല. ഈ ജ്ഞാനം ഉണ്ടാകാതെ വരുന്നതാണ് നമ്മളുടെ നാശം എന്ന് പറയുന്നത്. ഇതിൽ ആത്മജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഇത് ജീവസൃഷ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇതിൽ കഥയില്ല എന്നുള്ള വിചാരത്തോടു കൂടി ഇയാള് സ്ഥിരബുദ്ധി ആവണം. സ്ഥിരബുദ്ധി ആവുന്നതിലേക്കാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓസിലേറ്റ് ചെയ്യുന്ന മനസ്സില്ലാതാവണം. കൊള്ളൂല, നല്ലത്, ചീത്ത, ഇതെല്ലാം മാനസികങ്ങളാണ്. ഈ പറഞ്ഞ മാനസിക സൃഷ്ടിയെല്ലാം ഈ ജീവസൃഷ്ടികളാണ്. ഇതിൽ ഈശ്വര സൃഷ്ടി എന്ന് പറയുന്നതും കുറച്ചുകൂടെ ബെറ്ററാണ്. വേദമൊക്കെ ഈശ്വര സൃഷ്ടമായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള വേദത്തെ പിടിച്ചുകൊണ്ട് നമുക്ക് ആ ദീർഘകാലം ഇതിൽ ആ വിവേകത്തോടു കൂടി നിലകൊണ്ടാൽ അവർ പറഞ്ഞ് ജ്ഞാനം ഉണ്ടാവും. അത് ആർക്കായാലും ജ്ഞാനമുണ്ട്. ഏത് ചണ്ടാളോസ്തു സദുദ്ധിജോസ്തു ഗുരുരുത്യേഷാമനീഷാമമ. ഇത് ശങ്കരഭഗവത്പാദൻ പാടിയത് ചണ്ടാളനാവട്ടെ, ബ്രാഹ്മണനാവട്ടെ, ആരാവട്ടെ, അവർക്ക് ഗുരു എന്ന് വെച്ചാൽ ജ്ഞാനം ഉണ്ടാവുമെന്ന്. ഏത് ഇതിനെ പിടിച്ചുകൊണ്ട് വിവേകത്തോടു കൂടി നിലനിന്നാണ് ജ്ഞാനം. ഇതങ്ങനെ 10ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു തീർക്കും. പറയുന്നു, അധികമായി പറയേണ്ടത് എന്താണ്? സിദ്ധാന്തം എന്തെന്നാൽ മണ്ണിൽ ആരോപിക്കപ്പെട്ട കുടത്തിന്റെ രൂപവും പേരും പെടുമ്പോൾ വാസ്തവമായ മണ്ണ് മാത്രം അവശേഷിക്കും. അതുപോലെ ആത്മാവിൽ ആരോപിക്കപ്പെട്ട പഞ്ചകോശങ്ങൾ ആത്മജ്ഞാനത്താൽ ബാധിക്കപ്പെടുമ്പോൾ സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവ് ഒരുവൻ മാത്രം വാസ്തവമായി മിഞ്ചുന്നു എന്നിങ്ങനെ ഏവൻ അറിയുന്നുവോ അവനാണ് ബ്രഹ്മജ്ഞാനി. അവന് തന്നെയാണ് വിദേഹമുക്തി ഉണ്ടാകുന്നത് എന്ന് സകല ഉപനിഷത്തുകളും ഉറക്കെ മുറയിടുന്നു. ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹമാരംഭ നമസ്കാരം.